സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 40ഓളം വർഷമായി നാടകവും പ്രതിഷേധ പ്രകടനങ്ങളുമൊക്കെയായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് വേറിട്ട കാഴ്ചകളിൽ അതിഥിയായി എത്തുന്ന അലൻസിയർ ലെലോപ്പസിനെ നാം അടുത്തറിഞ്ഞത് അദ്ദേഹം കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഇക്കഴിഞ്ഞ ജനുവരി 11-ാം തീയതി പാകിസ്ഥാനിലേക്കുള്ള ബസ് വരുന്നതും കാത്തു നിൽക്കുമ്പോഴാണ്. ആ നാട്ടിലേക്ക് എത്രയും വേഗം പോയിക്കൊള്ളണമെന്ന തിട്ടൂരൻ ലഭിച്ചിട്ടുള്ള തൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരുപക്ഷെ ആ ബസ്സിലെങ്ങാനും വരുന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവിടെ പിടിച്ചിറക്കണമെന്നും ഉദ്ദേശമുണ്ടായിരുന്നിരിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയാനും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ജന്മദേശത്തു നിന്ന് ആരെയും കുടിയിറക്കാൻ ആർക്കും അവകാശമില്ലെന്ന ധീരമായൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അലൻസിയറുടെ അന്നത്തെ ആ ഏകാംഗ നാടക പ്രകടനം. ഞാൻ അങ്ങനെ ഒരു നാടകം ചെയ്യുമ്പോൾ എന്നോട് നാടകം അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്ത 2-3 കക്ഷികളേ ഉള്ളൂ. അവർ അവതരിപ്പിക്കുന്നതിന് പ്രോത്സാഹനം തന്നവരാണ്. പക്ഷെ അവർ അതിൻ്റെ ഉത്കണ്ഠയും പങ്കുവച്ചു. ഇതുണ്ടാക്കാൻ പോകുന്ന വേറുതരം ഒരപകടം അവരെന്നെ സൂചിപ്പിച്ചു. പക്ഷെ എനിക്കൊരു അപകടവും സംഭവിച്ചിട്ടില്ല. പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, എന്നെ ഈ പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ? കേരളം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകില്ല എന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം നാടകം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായി. പക്ഷേ എന്നെ ഭീഷണിപ്പെടുത്തുകയും എനിക്ക് അല്ലെങ്കിൽ പരിക്കേൽക്കുകയും ചെയ്യുന്ന എന്നെ ഉത്കണ്ഠപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് എന്നെ നേരെ തിരിച്ചു ഞെട്ടിച്ചത് എനിക്ക് തരാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളാണ്. എന്നെ അംഗീകരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു എന്ന് പറയുന്നത് എനിക്ക് സമ്മാനം തരാം. ഞാൻ സമ്മാനത്തിന് വേണ്ടിയല്ല ഇത് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവരെ പിരിച്ചയക്കുന്നിടത്ത് ഈ സമ്മാനം തരുന്നത് ഈ കാലും കൈയും വെട്ടിക്കിടന്നതിനേക്കാളും വലിയ അപകടമാണ്. ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷത്തിലെ ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷവുമാണ് ഈ ഭൂരിപക്ഷ മനുഷ്യരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നിടത്ത് നമ്മൾ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കും. നമ്മളെല്ലാം ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ല, നമ്മൾ മനുഷ്യരാണ് തിരിച്ചറിയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോംവഴി. അതിന് ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവില്ല എന്നെനിക്കറിയാം. കാരണം അവർക്ക് ന്യൂനപക്ഷം വേണം, അവർക്ക് അടുത്ത വോട്ട് വരുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഭൂരിപക്ഷവും വേണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അമേരിക്കയിലേക്ക് വരുന്നവർക്ക് വരാം, പോർച്ചുഗീസിലേക്ക് വരുന്നവർക്ക് വരാം. ഞാൻ ചിലരെ അലോസരപ്പെടുത്തുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചൊരു അസ്വസ്ഥത വരും. അത് സ്വാഭാവികവും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആ അസ്വസ്ഥതകളല്ല എന്നെ ബാധിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചതും പ്രകോപിപ്പിച്ചതും. വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. വല്ല കാര്യമില്ലാതെ ഞാനിത് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടായിട്ടല്ലേ ചെയ്തത്. എന്തിനാണ് ഇത്തരം സേഫ് സോണുകൾ അന്വേഷിക്കുന്നത്? എനിക്കെന്താണ് ഉത്തരവാദിത്വം? നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരാളോട് നാട് കടത്തി കളയുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഞാൻ പ്രതികരിച്ചത് കൊണ്ട് എന്നെ അത്ര സ്നേഹിച്ച് ഈ എന്തെങ്കിലും അപകടം എനിക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഉൾക്കണ്ട വേണ്ട. അതാണ് കർത്താവ് പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സാധനം. എന്നോട് പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് കുരിശും ചുമന്ന് പോയപ്പോൾ സ്ത്രീകളിൽ നിന്ന് കരഞ്ഞു പോലും. നിങ്ങളെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ എന്നെ ഓർത്ത് കരയേണ്ടാന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. വരാനിരിക്കുന്ന ദുരന്തം നിങ്ങളുടെ മക്കൾക്കാണ്. നിങ്ങൾ എന്നെ ഓർത്ത് കൊണ്ട് കരയണ്ട. ഈ കുരിശും ചുമന്ന് പോകുമ്പോൾ യെരുശലേം സഹോദരിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. യെരുശലേം സഹോദരന്മാരെ, യെരുശലേം സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും. നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത്. തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്തിനടുത്ത് പുത്തൻതോപ്പിൽ അനു ക്ലീറ്റസ് ലോപ്പസിൻ്റെയും ലിറ്റിൽ ഫ്ലവർ ലോപ്പസിൻ്റെയും മകനും അലൻ സാവിയോ ലോപ്പസിൻ്റെയും അലൻ സ്റ്റീവ് ലോപ്പസിൻ്റെയും പിതാവുമായ അലൻസിയർ ലെ ലോപ്പസ് താനും കുടുംബവും പോർച്ചുഗീസുകാരല്ലെന്ന് തനി മലയാള ഭാഷയിൽ തറപ്പിച്ച് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ശക്തമായി മുഴങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നു. വരാനിരിക്കുന്ന കലുഷിത കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മുൻകൂട്ടി കണ്ട് ഭയലേശമില്ലാതെ പ്രതിരോധിക്കുന്ന ഈ കലാകാരന് നാടകമുണ്ടാക്കാൻ അരങ്ങോ അണിയറയോ ശബ്ദ വെളിച്ചങ്ങളുടെ ആലഭാരമോ ആവശ്യമില്ല. ലിഖിത സംഭാഷണവും റിഹേഴ്സലുമില്ലാതെ ബസ് സ്റ്റാൻഡിലും പള്ളിമുറ്റത്തും ഭരണസിരാ കേന്ദ്രങ്ങളിലും അലൻസിയർ ഗറില്ല മുറയിൽ വിക്ഷേപിക്കുന്ന നാടകാസ്ത്രങ്ങൾ പക്ഷേ ലക്ഷ്യത്തിൽ തന്നെ ചെന്നു പതിക്കുന്നു. എൻ്റെ നാടകാലം തുടങ്ങുന്ന എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഗ്രാമം, ഈ നിങ്ങളിരിക്കുന്ന ഈ മണ്ണ്, ഈ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു ജയ്ഹിന്ദ് ഗ്രന്ഥശാല എന്ന് പറയുന്നൊരു ഗ്രന്ഥശാല ഉണ്ടാകുന്നത് 46 കാലഘട്ടത്തിൽ.
ഇവിടുന്ന് ചെറുപ്പക്കാർ ജോലി തേടി പോകും. ആ ചെറുപ്പക്കാർ സിംഗപ്പൂരിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥശാലയാണ് ജയ്ഹിന്ദ് ഗ്രന്ഥശാല. അവരുടെ വാർഷികാഘോഷം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാകാം ക്രിസ്മസ് കാലത്താണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചും തൊഴിൽ തേടിയും പോയ മനുഷ്യരൊക്കെ ഈ ക്രിസ്മസ് കാലം ഇവിടെ എത്തും. അന്ന് ഇവിടെ ഒരു നാടക മത്സരമുണ്ട്, ഒരു ജലോത്സവമുണ്ട്, വള്ളംകളി മത്സരം. ഇതൊക്കെ മത്സരമാണ്, നാടകവും മത്സരമാണ്. ആ മത്സരങ്ങൾ കണ്ടിട്ടാണ് ആ നാടകത്തിലേക്ക് ഞാനും എത്തിപ്പെടുന്നത്. ഞാൻ ആ മത്സരങ്ങൾ കാണാൻ പോയിട്ട് കുട്ടിക്കാലത്തെ നാടകങ്ങൾ സ്കൂളിൽ തുറക്കുമ്പോൾ അവതരിപ്പിച്ച് കാണിക്കും. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഒരു മുണ്ടെടുത്തിട്ട് വന്നിട്ട് 2 സുഹൃത്തുക്കളെ കൊണ്ട് അത് കട്ടനാക്കി പിടിക്കുകയും അവിടെ നിന്നിട്ട് ഞാൻ കണ്ട നാടകങ്ങൾ അഭിനയിച്ച് കാണിക്കുകയും ഈ ഇൻ്റർവെല്ലിന് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും വന്നിരുന്ന് ഈ പരിസരത്തും ഇവിടെയൊക്കെ നിന്ന് നാടകം കാണുകയും എൻ്റെ നാടകാഭിനയത്തിന് അവർ ആദ്യമായിട്ട് സ്ലേറ്റിലിരുന്ന പെൻസിലുകൾ, ഒടിഞ്ഞുപോയ പെൻസിലുകളാണ് എൻ്റെ ആദ്യത്തെ ശമ്പളം. ഞാൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചത് ഈ അരങ്ങിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും ഇവിടെ നിന്ന് കളിച്ച നാടകവും കണ്ട നാടകങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്നും നാടകം കളിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുമ്പോഴാണ് ഗൗരവതരമായ നാടക പ്രവർത്തനം കണ്ടു തുടങ്ങുന്നത്. അത് എന്നെ ഇവിടെ നിന്ന് അങ്ങനെ അതിന് പ്രാപ്തനാക്കിയത്, എന്നെ സങ്കടപ്പെടുത്തിയതും എന്നെ വേദനിപ്പിച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ തന്ന നാടാണെങ്കിൽ പോലും നാടകത്തോടുള്ള ഊർജ്ജം തന്നത് ഇവിടെ നിന്ന് കണ്ട കാഴ്ചകൾ, ഇവിടെ കണ്ട നാടകങ്ങളും അനുഭവങ്ങളും തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നത് ഇവിടെ ഒരു UP സ്കൂളുണ്ട്. ആ UP സ്കൂളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അവസാനത്തെ ഒരു പീരീഡ് ഈ കലാപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതൊരു അധ്യാപകൻ അന്നെടുത്ത തീരുമാനമാണ്. അപ്പോൾ അവിടെ ഒരു ഉപ്പുമാവ് വേവിക്കുന്ന ഒരു പുരയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നാടകം റിഹേഴ്സൽ ചെയ്ത് അപ്പോഴുള്ള നാടകം അപ്പോൾ തീരുമാനിച്ച് റിഹേഴ്സൽ ചെയ്ത് നാടകം അപ്പോൾ തന്നെ അവതരിപ്പിക്കുക എന്നുള്ള അങ്ങനെ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. എൻ്റെ പേര് അലൻസിയർലി ലോപ്പസ് എന്നാകാം, എൻ്റെ മകൻ്റെ പേര് സാവിയ ലോപ്പസ് എന്നാകാം, സ്റ്റീവ് ലോപ്പസ് എന്നാകാം. പക്ഷേ ഞങ്ങൾ ഭാരതീയരാണ്. ഞങ്ങളുടെ പേരൊക്കെ വിദേശത്തു നിന്ന് ഒന്നാകാം. ഞങ്ങളുടെ പേര് കണ്ട് സംഘികളൊന്നും ഞങ്ങൾ നാട് കടത്താൻ ശ്രമിക്കണ്ട. ഞങ്ങൾ ഈ ദേശസ്നേഹമുള്ളവരും ഞങ്ങൾ ഈ നാടിനു വേണ്ടി ഇവിടെ വിമോചന സമരം നടത്തി എൻ്റെ മുമ്പേ കൊണ്ട് അതൊരു രാഷ്ട്രബോധമാണ്. ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയോ പോർച്ചുഗലിന് വേണ്ടിയോ അല്ല സമരം നടത്തി. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കാളികളായി. അവിടെയാണ് നമ്മുടെ ദേശീയതയും രാഷ്ട്രബോധത്തെയും ചിലർ ചോദ്യം ചെയ്യുന്നത്. ചില രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളുടെയൊക്കെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നാട് കടത്തി കളയെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങളെ നാട് കടത്തിയിട്ട് ഞങ്ങളിവിടെ നിന്ന് പോകും, നിങ്ങളെ അടക്കിയിട്ടേ പോകും എന്ന് വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് ഈ മനുഷ്യരുള്ളത്. ഏറ്റവും രസകരമായൊരു തമാശ, മഹാരാഷ്ട്രയിലുണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, മറാഠി സംസാരിക്കുന്നവരോടാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സാധനം. അതിന് പിന്നെ ഊർജം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ശിവസേന. അത് മലയാളികൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ് അതിൻ്റെ ഒരു പ്രസ്ഥാനം, ബ്രാഞ്ച്. എന്തൊരു അസംബന്ധ നാടകമാണ്. ബോധമില്ല. ഈ ബോധമില്ലായ്മയാണ്, ഈ സ്നേഹമില്ലായ്മയാണ് ലോകത്ത് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഈ നാടകം എന്നുള്ളതല്ല, അതിലുപരി ഈ നാട്ടിലെ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം ഇടപെടാറുണ്ട്. നല്ലൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഒരു കാര്യം അദ്ദേഹത്തിന് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഇപ്പോഴും ഈ സിനിമയിൽ തിരക്കായിരിക്കുമ്പോഴും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. അത് തനിക്ക് കഴിയുന്ന രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാറുണ്ട്. കലാകാരന് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ കുടുംബം നോക്കി ജീവിക്കുന്നവർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബലി കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ ജീവിതം ഒരാൾക്ക് ആർക്കെങ്കിലും, ഒന്നുകിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക്, ഈ കുടുംബത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രക്തസാക്ഷിയാകാൻ. ഇതൊക്കെ രക്തസാക്ഷിത്വമാണ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് ബലി കൊടുക്കുന്നത്. എൻ്റെ വിശ്വാസം ഞാൻ അഭിനയിക്കുന്ന നാടകത്തെക്കുറിച്ചായിരുന്നു. എൻ്റെ ഇഷ്ടം അതായിരുന്നു. ആ ഇഷ്ടത്തോടൊപ്പം ഞാൻ എങ്ങനെയാണോ എൻ്റെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ ഇടവകയിൽ നടന്ന കാര്യങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് ഒക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ നാടകം ചെയ്യാറുണ്ട്. അത് മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് നാടകമാണെന്നൊന്നും ഇവർക്ക് ആർക്കും ബോധ്യപ്പെടില്ല. ഞാനൊരു ആക്ടറാണ്, ബേസിക്കലി ടോട്ടൽ ആക്ടർ എന്ന് പറയുന്ന ഒരാളാണ്, സിനിമാ താരമല്ല. നടുക്കം ആദ്യം ഉണ്ടായില്ല, പിന്നീട് ഫേസ്ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറിയ നടുക്കമുണ്ട്.
എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം. അപ്പോൾ ആളെങ്ങനെയാണ് ഉള്ളിലുള്ളതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് കണ്ടാലും എന്ത് അനീതി കണ്ടാലും പ്രതികരിക്കും. അപ്പോൾ അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് ഓരോ കമൻസ് കേട്ടപ്പോൾ ചെറിയൊരു വല്ലായ്മ തോന്നി. ജന്മനാടായ കടലോര ഗ്രാമത്തിൽ നാടക പരിസരം എക്കാലത്തും ഉണ്ടായിരുന്നുവെങ്കിലും ഈ കലാരൂപം ഒരായുധമാണെന്ന് തിരിച്ചറിഞ്ഞത് തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ്. നരേന്ദ്രപ്രസാദും ഡി വിനയചന്ദ്രനും വി പി ശിവകുമാറും മറ്റും അധ്യാപകരായി ഉണ്ടായിരുന്ന ക്യാമ്പസ് പുതിയ നാടക സങ്കല്പങ്ങളുടെയും പരീക്ഷണശാലയായിരുന്നു. ജീവിതം വെറുതെ നാടകം കളിച്ച് തുലയ്ക്കാനുള്ളതല്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന പിതാവിൻ്റെ സമ്മതമില്ലാത്തതുകൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാനായില്ലെങ്കിലും പിൽക്കാല ജീവിതം തന്നെ കൊണ്ടെത്തിച്ചത് നാടകക്കാരൻ എന്ന അഭിമാനാർഹമായ ആത്മബോധത്തിലേക്ക് വളർത്തിയ നാടകത്തിൻ്റെ വലിയ സർവകലാശാലകളിൽ തന്നെയായിരുന്നുവെന്ന് അലൻസിയാർ ലെലോപ്പസ് വിശ്വസിക്കുന്നു. നാടകം ലോകത്തെ മാറ്റിമറിച്ച് കളയുന്നോ നന്നാക്കി കളയുന്നോ എനിക്ക് വിശ്വാസമൊന്നുമില്ല. യേശുക്രിസ്തു ദൈവം പുത്രനായി അവതരിച്ചിട്ട് എന്ന് പറയുന്നിടത്ത് ലോകം നന്നായില്ല. ഇപ്പോഴും കുമ്പസാരവും കുർബാനയും നടക്കുക. പിന്നെ എങ്ങനെ നാടകക്കാരൻ, സാധാരണ നാടകക്കാരൻ ഈ ലോകത്ത് നന്നാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഇത് ലോകത്തെല്ലായിടത്തും നാടകത്തെക്കുറിച്ചും അല്ലെങ്കിൽ കലയെക്കുറിച്ചും ചില മനുഷ്യർക്ക് മാത്രമേ ബോധ്യമൊക്കെ ഉള്ളൂ. സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു തന്നെ നാടിനെ കുറിച്ച് ബോധ്യമുള്ളവരൊന്നും എല്ലാവരും ഒന്നും അങ്ങനെയല്ല. നിങ്ങൾ നാടകം കാണുമ്പോൾ കൈയടിക്കും, ആഹ്ലാദിക്കും. നാടകം കാണാൻ ഒരു നാട് കൂടും. പക്ഷെ ഒരു നാടകക്കാരന് സ്നേഹത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. ആ കാപട്യമുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഈ നാടകക്കാരന്മാരൊക്കെ. അവിടെയാണ് ഈ നാടകക്കാരൻ പോരാടേണ്ടി വരുന്നത്. ആരോടാണ് പോരാടുന്നത്? അവനവനോടാണ്. സൊസൈറ്റിയോട് പോരാടാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. പിടിച്ചു നിൽക്കണം, ജീവിക്കണം, നാടകം കളിക്കണം എന്ന ഊർജം അവനവൻ്റെ ഉള്ളിൽ അവനവനോടുകൂടാണ് പോരാടുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ പോരാടിയില്ലായിരുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നോട് പോരാടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിസ എടുത്ത് ഏതെങ്കിലും ഗൾഫ് രാജ്യത്തോ ഓസ്ട്രേലിയയിലോ അനധികൃത കുടിയേറ്റം നടത്തി ഇസ്രയേലിലോ ജോലി ചെയ്ത് സമ്പന്നനായി ജീവിക്കും. മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിച്ഛേദിക്കുന്ന കൊമേഴ്സ്യൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്ത് ശമ്പളം കിട്ടുന്ന ഒരു സ്പേസിലെത്തിപ്പെടുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. പക്ഷേ 18 വർഷമായി ഞാൻ സിനിമയിൽ ഭാഗമാണ്. പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി എടുത്തു കൊടുത്തപ്പോഴാണ് 7 സിനിമകൾ എന്തോ അഭിനയിക്കണം, അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ. ഞാൻ നോക്കുമ്പോൾ ഈ മഹേഷിൻ്റെ പ്രതികാരം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ 20 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ആ സിനിമകളാണ് സ്റ്റീവ് ലോപ്പസിലേക്കും അനിയൻ റസൂലിലേക്കും മഹേഷിൻ്റെ പ്രതികാരത്തിലേക്കും കൈപിടിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടുപോയത്. എം പി സുകുമാരൻ നായരുടെയും രാജീവ് വിജയരാഘവൻ്റെയും അല്ലെങ്കിൽ കെ ആർ മനോജ്, മൺറോ തിരുത്തീത, ഇവരുടെ സിനിമകളിലൂടെയാണ് ഞാൻ സിനിമാഭിനയം പഠിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉപജീവനം, ഞാൻ ഇത്രയും കാലം എങ്ങനെയാണോ നാടകം എനിക്ക് സന്തോഷകരമായ ആനന്ദം തന്നൊന്നുമില്ല, സന്തോഷകരമായൊരു ജീവിതം തന്നിട്ടില്ല. ആനന്ദം തന്നിട്ടുണ്ട്. ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അർത്ഥം ഒരു നാടകക്കാരന് മനസ്സിലാവും. ഒരു നാടകം കഴിയുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് വേറെയാണ്. സന്തോഷം ശരീരത്തിനും ആനന്ദവും ആത്മാവിനുമാണ്. സിനിമ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. ആനന്ദം ചിലരുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ്. നാടകം എനിക്ക് ജീവനും സിനിമ എനിക്ക് ഉപജീവനമാണ്. സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ആ മാധ്യമത്തെ വളരെ ഗൗരവത്തോടെ, നാടകം ചെയ്യുന്ന പോലെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ ഞാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു നടനെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് നാടകം തന്നെയാണ് എൻ്റെ മാധ്യമം. സിനിമ എനിക്ക് ഉപജീവനമാണ്. പുള്ളിക്കാരൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ അടുത്ത കാലത്താണ്. ഇവിടെ അവസാന കാലഘട്ടത്തിലാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു മികച്ച തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ജയ്ഹിന്ദ് വായനശാലയുടെ സെക്രട്ടറിയായിട്ട് പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ആവശ്യം പറയുമ്പോൾ തന്നെ പുള്ളി നല്ല മനസ്സോടു കൂടി നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ആദിമമായ മതബോധത്തിൻ്റെ വേരുകളാണ് ഇന്ന് ഇന്ത്യൻ അധികാരിവർഗത്തിൻ്റെ ധമനികളിലേക്ക് അന്നവും ജലവും എത്തിക്കുന്നത് എന്ന് അലൻസിയാർ അസ്വസ്ഥതയോടെ തിരിച്ചറിയുന്നു. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മതേതര വർഗത്തിന് ഈ അടിയൊഴുക്ക് കാലേക്കുട്ടി കണ്ടെത്താനോ തടയാനോ കഴിഞ്ഞില്ല എന്നതിലും അദ്ദേഹത്തിന് അമർഷമുണ്ട്.
കടലിനും നട്ടുവളർപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ നട്ടുവളർത്തിയ മരങ്ങൾക്കും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് വരെ ഒരു കർക്കിടകമോ ഇവിടെ വന്നൊരു സുനാമിയോ ഞങ്ങളുടെ വീടുകളോ കുടിലുകളോ ആ തെങ്ങും തോപ്പുകളോ എടുത്തു പോയിട്ടില്ല. അവിടെയാണ് ഒരു കടൽ ഭിത്തി എന്ന വ്യാജേന ഒരു സാധനം രാഷ്ട്രീയക്കാർ കൊണ്ടിറക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സുനാമിയെ തടയാനാണെന്നാണ്. ആ കടൽ ഭിത്തി നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിച്ച് തരാമെന്നുണ്ടെങ്കിൽ ഈ നാട് മുഴുവൻ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാം. ആ കടൽ ഭിത്തി ഒരാൾക്കും കാണാൻ പറ്റാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ, പഞ്ചായത്ത് അധികാരികൾ ഞങ്ങൾക്കിവിടെ നടപ്പാക്കി തന്നത്. ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്ന പ്രകാരം ഈ കിടന്ന വളരെ വിശാലമായി കിടന്ന മണലിലേക്ക് അവിടെ ഒരു 3 അടി താഴ്ചയിൽ മണ്ണ് മാന്തുന്നു. അതിലേക്ക് പ്ലാസ്റ്റിക് ചാക്കിൽ ആ മണ്ണ് തന്നെ നിറച്ച് കുഴിച്ചു മൂടുന്നു. ഈ സംസ്കാരത്തെയാണ് സുനാമിയെ നിങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അധികാരികൾ ഞങ്ങളോടൊരു റോഡ് വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ പകരം വീട്ടിയത്. ഇവിടെ ഒരു റോഡ് വരുന്നു. ഞങ്ങൾക്ക് NH ബദലായിട്ട് ഒരുപാട് റോഡുകൾ, ഈ സമാന്തരമായ റോഡുകൾ നീങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഈ തൊട്ടടുത്ത് ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ നടന്ന് നീങ്ങി കണ്ട ദൂരമേ ഉള്ളൂ ഈ ബീച്ചിലേക്ക് ഇറങ്ങാൻ. പിന്നെ എന്തിനാണ് ബീച്ചിലേക്ക് ഒരു റോഡ്? അത് കടലെടുത്ത് പോകാനാണോ? നാളെ അതിൻ്റെ പേരിൽ കല്ലെടുക്കാനാണ്? അപ്പോൾ റോഡ് വേണ്ടെന്ന് ഇവിടുത്തെ സമൂഹം മുഴുവൻ, ഇവിടെ താമസിക്കുന്ന എല്ലാ മനുഷ്യരും തീരുമാനിച്ചു. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടെ റോഡ് വേണം. അപ്പോൾ അത് ഞങ്ങളൊന്ന് പ്രതിരോധിച്ചതിന് ബദലായിട്ടാണ്, അത് നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ ബദലായിട്ടാണ് ഈ മണ്ണുമന്തി പ്ലാസ്റ്റിക് ചാക്കടങ്ങെങ്കിലും പകരം വീട്ടിയത്. ആ പകരം വീട്ടലിനെയും അതിനെയൊക്കെ എതിർത്ത രാഷ്ട്രീയം തന്നെയാണ് എന്നെ ഈ നാട്ടിൽ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ ബോധമാണ് ചോദ്യം ചെയ്യണം എന്നുള്ള സാഹചര്യത്തിൽ കാസർഗോഡ് കൊണ്ട് നാടൻ കളിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ചിന്താശേഷിയുള്ളവർക്ക് നേരെ പാഞ്ഞു വരുന്ന ഫാസിസ്റ്റ് ശൂലത്തിന് നിത്യേന എന്നോണം വേഗത വർദ്ധിക്കുകയും അസഹിഷ്ണുതയുടെ കാറ്റിൽ ഉരസി മൂർച്ചയേറുകയും ചെയ്യുമ്പോൾ ക്രാന്തദർശികളായ കലാപ്രവർത്തകർ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിച്ച് മൗനമാചരിക്കുന്നത് വരും തലമുറയോട് കാണിക്കുന്ന കടുത്ത അനീതിയായിരിക്കുമെന്നും ഇദ്ദേഹം മുന്നറിയിപ്പ് തരുന്നു. സർട്ടിഫിക്കറ്റിന് വേണ്ടി നാടകം പഠിക്കാൻ പോകുന്നവരാണല്ലോ, ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്നവരിൽ അത്രയൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ അതിലാരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും മലയാള നാടകവേദിയിൽ ഇന്ന് പുതുതായി ചർച്ച ചെയ്യപ്പെടുന്ന, ഇറ്റ്ഫോക്കിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട, കഴിഞ്ഞ വർഷമൊക്കെ അവതരിപ്പിച്ച ഖസാക്കിൻ്റെ ഇതിഹാസം, ഒരു ഗ്രാമം മുഴുവൻ കൂടുകയാണ്. അതൊരു വലിയ മാറ്റമല്ലേ? ഒരു ഗ്രാമത്തെ മുഴുവൻ നാടകത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളല്ലേ, ഈ നാടക സ്കൂളിൽ പഠിച്ച ആളല്ലേ. അത്തരം രാഷ്ട്രീയ ബോധമുള്ളവനും അത്തരം നാടിനോട് കൂറുള്ളവനും ചെയ്യുന്ന നാടകത്തിന് ആത്മാവുണ്ടാവും. ഡിഗ്രി എടുക്കാൻ വേണ്ടി നാടകം ചെയ്യുന്നവന് ഡിഗ്രിക്ക് വേണ്ടിയുള്ള നാടകം ഉണ്ടാകും. അതങ്ങ് വിട്ടേക്ക്. നാടകം സംഭവിച്ചുകൊണ്ടിരിക്കും. ആത്മാവുള്ള നാടിനെ സ്നേഹിക്കുന്ന കലാകാരൻ നാടകക്കാരനായിട്ടുള്ള കാലം ഈ ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ നാടകങ്ങൾ സംഭവിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നാട് എന്ന് പറയുന്നൊരു സംസ്കാരമുള്ളിടത്തോളം നാടകമുണ്ട്. നാടകത്തിന് എങ്ങനെ മരിക്കാൻ പറ്റും? അത് ഒരു നടൻ്റെയോ ഒരു സംവിധായകൻ്റെ ഒരു നാടകൃത്തിൻ്റെയോ കാണികളുടെയോ അല്ല. നാടുണ്ടെങ്കിൽ നാടകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്ങനെയെങ്കിലുമൊക്കെ നാടകം സംഭവിച്ചിരിക്കും. നാടകം സംഭവിക്കാതിരിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് നാടകം തന്നെയാണ്, ഒരു പ്ലേ ആണ്. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പോലും കുടുംബജീവിതം എന്ന് പറയുന്നൊരു പ്ലേ ആണ്. ആ പ്ലേ സംഭവിക്കും. നാട്ടിലെ കലഹം ഒരു പ്ലേ ആണ്, അതിനോടുള്ള പ്രതിഷേധം ഒരു പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവനും സൊസൈറ്റിയോട് കടപ്പാടുള്ളവനും ആയിട്ടുള്ള കലാകാരൻ നാടകം ചെയ്തിരിക്കും. എല്ലാവരും അവനവൻ്റെ സുഷുപ്തിയിലും സേഫ് സോണിലുമാണ് എന്നുള്ളൊരവസ്ഥ. സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങളെ ഭയങ്കര സേഫാക്കും എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അത് ശരിയല്ല എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ വിചാരിക്കുന്നത് നമ്മളൊക്കെ സേഫാകുക, കുടുംബത്തിലേക്ക് ഒതുങ്ങുക. പിന്നെ നമ്മൾ സേഫായി കഴിഞ്ഞിട്ട് പിന്നെ നാട് നന്നാക്കാൻ നടന്നിട്ട് കാര്യമില്ലെന്ന്. നാട് നന്നാവില്ല, നമ്മളും നന്നാവില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവനവന് ഗുണം നടന്നില്ലെങ്കിലും അടുത്ത എൻ്റെ മക്കൾക്കെങ്കിലും ഒരു പച്ചപ്പ്, ഒരു തണലും ഈ കാറ്റുമൊക്കെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, വെള്ളമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വർത്താനം പറയണം.